നമ്മൾ പലപ്പോഴും ജോലികളൊക്കെ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കാറില്ലേ? എന്തുകൊണ്ടാണത്? അതൊരു മോശം സ്വഭാവം കൊണ്ടാണോ, അതോ ഇതിനു പിന്നിൽ വല്ല ശാസ്ത്രീയ കാരണവുമുണ്ടോ? ഉണ്ട്. ഇതിനൊരു ശാസ്ത്രീയമായ വിശദീകരണവും തെളിയിക്കപ്പെട്ട ഒരു പരിഹാരവുമുണ്ട്. ആ പരിഹാരത്തിലേക്കുള്ള വഴിയാണ് നമ്മളിന്ന് ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത്. ഇതാണ് സംഭവം, പ്രൊക്രാസ്റ്റിനേഷൻ. ഇത് വെറും മടിയല്ലട്ടോ. നാളെ പണി കിട്ടുമെന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഒരു കാര്യം വൈകിപ്പിക്കുന്നതിനെയാണ് ഇങ്ങനെ പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിൽ പലർക്കും ഇത് കേൾക്കുമ്പോൾ സ്വന്തം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സംഭവം ഓർമ്മ വരുന്നില്ലേ? അപ്പൊ നിങ്ങൾ തനിച്ചാണെന്ന് വിചാരിക്കണ്ട, കേട്ടോളൂ. ഒരു പഠനം പറയുന്നത് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളിൽ പകുതിയിൽ കൂടുതൽ പേർക്ക്, അതായത് 52%, ഈ നീട്ടിവെക്കൽ ശീലത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു സഹായം വേണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോ ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് പേര് നേരിടുന്ന ഒന്നാണ്. ശരി, അപ്പൊ നമുക്കിതിന്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ആദ്യം ഈ പ്രശ്നം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കും. പിന്നെ ഇതിനു പിന്നിലൊരു കിടിലൻ ശാസ്ത്രീയ സമവാക്യം പഠിക്കും. അത് കഴിഞ്ഞ് ഒരു യഥാർത്ഥ പരീക്ഷണത്തിന്റെ കഥ കേൾക്കും. അതിന്റെ പരിഹാരവും ഫലങ്ങളും കാണും. അവസാനം ഈ അറിവൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും നോക്കാം. തയ്യാറല്ലേ? അപ്പോ ഈ നീട്ടിവെക്കൽ ശീലം കൊണ്ടുള്ള യഥാർത്ഥ പ്രശ്നമെന്താ? ഇത് വെറും മടിയല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. സംഗതി അതിലും സീരിയസ് ആണ്. പഠനങ്ങളനുസരിച്ച് ഇത് നമ്മുടെ മാർക്കിനെയും ജോലിയെയും ഒക്കെ മോശമായി ബാധിക്കും. അതുപോലെ തന്നെ വലിയ മാനസിക സമ്മർദ്ദത്തിനും കാരണമാകും. അപ്പോ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഇതിനൊരു കാരണമുണ്ട്. അതിനെ മനസ്സിലാക്കാൻ ഒരു സിദ്ധാന്തം നമ്മളെ സഹായിക്കും. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു മോട്ടിവേഷന്റെ കളിയെ മനസ്സിലാക്കാൻ ഒരു കണക്കുപോലെ, ഒരു സമവാക്യം പോലെ ഇതിനെ കാണാം. ഈ തിയറിയുടെ പേരാണ് ടെമ്പറൽ മോട്ടിവേഷൻ തിയറി, അല്ലെങ്കിൽ TMT. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, സംഭവം വളരെ സിമ്പിളാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ കാണിക്കുന്ന ഉത്സാഹം, അതായത് മോട്ടിവേഷൻ, വെറും 4 കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നാണ് ഈ തിയറി പറയുന്നത്. ഒന്നാമത്തേത് എക്സ്പെക്റ്റൻസി അഥവാ പ്രതീക്ഷ. സിമ്പിളായി പറഞ്ഞാൽ, ഈ പണി എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്ന നമ്മുടെ ഉള്ളിലെ വിശ്വാസം. ഈ വിശ്വാസം എത്രത്തോളം കൂടുന്നോ അത്രയും വേഗം നമ്മൾ ആ പണി തുടങ്ങും. അത്രയുള്ളൂ. രണ്ടാമത്തേതാണ് വാല്യൂ, അതായത് മൂല്യം. ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടും? അതിന്റെ ഫലം എനിക്ക് സന്തോഷം തരുന്നതാണോ? ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാല്യൂ. ആ ജോലിയുടെ മൂല്യം നമ്മുടെ കണ്ണിൽ എത്ര വലുതാണോ അത്രയും കൂടും നമ്മുടെ മോട്ടിവേഷൻ. മൂന്നാമത്തെ ആള് കുറച്ച് വില്ലനാണ്. പേര് ഇംപൾസിവിറ്റി, അതായത് ചുറ്റുമുള്ള കാര്യങ്ങൾ എത്ര പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റുന്നു എന്നത്. ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാനിരിക്കുമ്പോഴായിരിക്കും ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, അല്ലേ? അല്ലെങ്കിൽ പെട്ടെന്നൊരു സിനിമ കാണാൻ തോന്നുന്നത്. ഇതാണ് ഇംപൾസിവിറ്റി. നാലാമത്തത് ഡിലേ അല്ലെങ്കിൽ താമസം. ഇപ്പോൾ ചെയ്യുന്നൊരു ജോബിന്റെ റിസൾട്ട് അല്ലെങ്കിൽ പ്രതിഫലം എപ്പോഴാ കിട്ടുക? പരീക്ഷയ്ക്ക് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടാൻ മാസങ്ങളെടുക്കും. പക്ഷെ ഒരു റീൽസ് കണ്ടാൽ സന്തോഷം തന്നെ കിട്ടും, അല്ലേ? അപ്പൊ പ്രതിഫലം കിട്ടാൻ താമസിക്കും തോറും നമ്മുടെ മോട്ടിവേഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഈ സ്ലൈഡിലേക്ക് നോക്കൂ. ഇത് ശരിക്കും അടിപൊളിയാണ്. പ്രശ്നവും പരിഹാരവും ഒരുമിച്ച്. ഇടതുവശത്ത് നമ്മളിപ്പോൾ സംസാരിച്ച നീട്ടിവെക്കലിന്റെ കാരണങ്ങൾ, വലതുവശത്ത് അതിനുള്ള പരിഹാരം. അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ CBT എന്ന മനഃശാസ്ത്രപരമായ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുള്ള പരിഹാരങ്ങൾ. CBTയുടെ ഐഡിയ ഇതാണ്: നമ്മുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും ഒന്ന് ട്യൂൺ ചെയ്താൽ പ്രശ്നങ്ങളെ മറികടക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് മാറുന്ന ഇമ്പൾസിവിറ്റി എന്ന പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാം. കണ്ടില്ലേ, ഓരോന്നിനും കൃത്യമായ പരിഹാരങ്ങൾ. ഓക്കേ, തിയറിയൊക്കെ കൊള്ളാം. പക്ഷേ ഇത് ശരിക്കും ജീവിതത്തിൽ വർക്കാകുമോ? ഇത് പരീക്ഷിച്ചറിയാൻ കുറച്ച് വിദ്യാർത്ഥികളെ വെച്ച് ഒരു ശാസ്ത്രീയ പഠനം തന്നെ നടന്നു. നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഇതൊരു വെറും സർവേ ആയിരുന്നില്ല കേട്ടോ. 71 വിദ്യാർത്ഥികളെ റാൻഡമായിട്ട് 2 ഗ്രൂപ്പുകളായി തിരിച്ചു. ഒരു ഗ്രൂപ്പിന് ഈ ഓൺലൈൻ CBT ട്രെയിനിംഗ് കൊടുത്തു, മറ്റേ ഗ്രൂപ്പിന് വെറുതെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്തിനാണെന്നോ ഇങ്ങനെ ചെയ്യുന്നത്? ഈ ട്രെയിനിംഗ് കൊണ്ടാണോ മാറ്റം വന്നത്, അതോ സമയം പോയതുകൊണ്ടാണോ എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാണ്. ഇത് ആ പഠനത്തിന്റെ വിശ്വാസ്യത ഒരുപാട് കൂട്ടും. നമ്മളീ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ പറയുന്നതല്ല. ഇതെല്ലാം കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നു പറയുന്ന ലോകം അംഗീകരിച്ച ഒരു സയൻസ് ചാനലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോ ആ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ആ 4 ആഴ്ചത്തെ ട്രെയിനിംഗ് എന്തായിരുന്നു? നമുക്ക് നോക്കാം. ഇത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൂൾ കിറ്റ് പോലെയാണ്. ആ 4 ആഴ്ചത്തെ പരിപാടി ഇങ്ങനെയായിരുന്നു. ഒന്നാമത്തെ ആഴ്ച ഓരോരുത്തരും ആ TMT സമവാക്യം വെച്ച് എവിടെയാണ് തങ്ങൾക്ക് പ്രശ്നമെന്ന് സ്വയം കണ്ടെത്തി.
രണ്ടാമത്തെ ആഴ്ച വലിയ ലക്ഷ്യങ്ങളെ ചെറിയ സിമ്പിൾ സ്റ്റെപ്പുകളാക്കി മാറ്റാൻ പഠിച്ചു. മൂന്നാമത്തെ ആഴ്ച പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധ മാറ്റുന്ന ഫോണും മറ്റു കാര്യങ്ങളും എങ്ങനെ ഒഴിവാക്കാം, ഒരു നല്ല പഠനാന്തരീക്ഷം എങ്ങനെയുണ്ടാക്കാം എന്ന് പഠിച്ചു. അവസാനത്തെ ആഴ്ച എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ ഉള്ളിലെ ആ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ നേരിടാമെന്നും അവർ പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് വരികയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ട് വല്ല കാര്യവുമുണ്ടായോ? ശാസ്ത്രം എന്താണ് പറയുന്നത്? അതെ, ആ ചോദ്യം. ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഇതുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഈ 4 ആഴ്ചത്തെ ചികിത്സ ശരിക്കും ഫലം കണ്ടോ? ഉത്തരം യെസ്, ഉണ്ടായി. അതും വെറുമൊരു ചെറിയ മാറ്റമല്ല. ഈ ട്രെയിനിംഗ് കിട്ടിയ വിദ്യാർത്ഥികളിൽ നീട്ടിവെക്കുന്ന ശീലം വളരെ വലിയ തോതിൽ കുറഞ്ഞു. ശാസ്ത്രജ്ഞർ മാറ്റത്തിന്റെ വലിപ്പം അളക്കാൻ കോഹൻസ് ഡി എന്നൊരു സ്കെയിൽ ഉപയോഗിക്കാറുണ്ട്. അതിൽ 1.09 എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു മാറ്റമാണ്. ഒരു മരുന്ന് ഒരു അസുഖം പൂർണ്ണമായി മാറ്റുന്നതുപോലെയുള്ള ഒരു എഫക്റ്റ്. ഈ ടേബിളാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ആ മാറ്റം എങ്ങനെയാണ് വന്നതെന്നാണ് ഇത് കാണിക്കുന്നത്. നോക്കൂ, ട്രീറ്റ്മെന്റ് കിട്ടിയ ഗ്രൂപ്പില് ജോലിയോടുള്ള വാല്യൂ കൂടി, ശ്രദ്ധ മാറുന്ന ഇമ്പൾസിവിറ്റി കുറഞ്ഞു. പക്ഷെ അതിലും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ അവരുടെ ആത്മവിശ്വാസത്തില്, അതായത് എക്സ്പെക്റ്റൻസിയില് വലിയ മാറ്റമൊന്നും വന്നില്ല. ഇതിന്റെ അർത്ഥം എന്താ? ഒരാളുടെ ആത്മവിശ്വാസം ബൂസ്റ്റ് ചെയ്യാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ ചുറ്റുപാടുകളും ശീലങ്ങളും മാറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ പഠനത്തിൽ നിന്ന് നിങ്ങൾക്ക്, എനിക്കും നിങ്ങൾക്കും എന്താണ് പഠിക്കാനുള്ളത്? നമുക്ക് നോക്കാം. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, ഈ നീട്ടിവെക്കൽ നിങ്ങളുടെ ഒരു സ്വഭാവ ദൂഷ്യമല്ല, അതൊരു ശീലം മാത്രമാണ്. ശീലങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് CBT പോലെയുള്ള ശാസ്ത്രീയ വഴികളുണ്ട്. പിന്നെ ആ പഠനം തെളിയിച്ചതുപോലെ 2 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ജോലിക്കൊരു മൂല്യം കണ്ടെത്തുക. പിന്നെ നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ആ പഠന റിപ്പോർട്ടിലെ ഈ അവസാനത്തെ വാചകം നമുക്ക് ശരിക്കും പ്രതീക്ഷ തരുന്ന ഒന്നാണ്. വിദ്യാർത്ഥികളിലെ ഈ വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിക്ക് കഴിയുമെന്നതിന് ഇതൊരു ശക്തമായ തെളിവ് തന്നെയാണ്. അപ്പോ ഈ വിശകലനമൊക്കെ കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഒരു നിമിഷം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് നോക്കൂ. നിങ്ങളുടെ ഈ നീട്ടിവെക്കൽ ശീലത്തിനു പിന്നിലെ സമവാക്യത്തിൽ ആരാണ് പ്രധാന വില്ലൻ? ചെയ്യുന്ന ജോലിക്ക് ഒരു മൂല്യം തോന്നാത്തതാണോ? വിജയിക്കുമോ എന്നൊരു പേടിയാണോ? അതോ ഫോണും മറ്റ് ഡിസ്ട്രാക്ഷൻസും കാരണമുണ്ടാകുന്ന എടുത്തുചാട്ടമാണോ? ഉത്തരം കിട്ടിയാൽ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പും അവിടെ തന്നെ ആവട്ടെ.